ജോലിക്ക് പോകാൻ തടസ്സമായതിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ. മനസാക്ഷിയുള്ളവരുടെ ഉള്ളുനീർന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും കേട്ടത്. കോട്ടയം സ്വദേശിനി ശില്പ എന്ന 29-കാരിയെ ചോദ്യം ചെയ്തപ്പോൾ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം പങ്കാളിയെ വിളിച്ചറിയിച്ച ശേഷമാണ് ശില്പ മാവേലിക്കരയിൽ നിന്നും ഒറ്റപ്പാലത്തെത്തിയത്. യുവതി ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിനേഷ്, ആലപ്പുഴ മാവേലിക്കരയിലാണ്, മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് ശില്പ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പക്ഷേ ഇതിൻ്റെ മൃതദേഹം ഒറ്റപ്പാലത്ത് പിന്നീട് എത്തിക്കുന്നു. പാലക്കാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഇതിൻ്റെ അന്വേഷണം മാവേലിക്കരയ്ക്ക് മാറുമോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണ്? മാത്രമല്ല, ഈ ശില്പ എന്ന യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്? ടോം, ഈ ശില്പയും കൊണ്ട് ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ എത്തിയിരുന്നു. അതായത് ഈ 1.5 വയസ്സുള്ള ശികന്യ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് ഇവർ പോയിരുന്നു. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ ഷൊർണൂരിൽ എത്തിച്ചത്. ഈ കൊല്ലപ്പെട്ട കുഞ്ഞുമായി ഇവർ ടാക്സിയിൽ യാത്ര ചെയ്ത് ഷൊർണൂരിലെത്തുകയായിരുന്നു. ഷൊർണൂരിൽ ഇവരുടെ പങ്കാളി അവിടെ ഒരു തിയേറ്ററിൽ, ജീവിത പങ്കാളി അവരുടെ ഒരു തിയേറ്ററിൽ ജോലി നോക്കുന്നുണ്ട്. അയാളോട് കാര്യങ്ങൾ സംസാരിക്കുകയും കുഞ്ഞിനെ എനിക്ക് മാത്രം അവകാശപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ മാത്രം കുഞ്ഞിനെ നോക്കിയിരിക്കാൻ കഴിയില്ല, എനിക്ക് ജോലിയുണ്ട്, അത് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, എനിക്ക് ജോലി ഇല്ലാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പൊതുസ്ഥലത്ത് കിടത്തിയിട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൽ സംശയം തോന്നിയ ഈ അജ്മൽ, അതായത് ഇവരുടെ ജീവിത പങ്കാളി അജ്മൽ പോലീസിന് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കുഞ്ഞ് മരിച്ച കാര്യം അറിയുന്നത്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്തപ്പോൾ താൻ അങ്ങനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അത് പോലീസിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇവരെ കസ്റ്റഡിയിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നീടാണ് ഇതിൻ്റെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ളതും ഹൃദയസ്തംഭനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇവരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് താൻ തന്നെയാണ് കൊലപ്പെടുത്തി എന്നിവർ പറയുന്നത്. കൊലപ്പെടുത്തി എന്ന് പറയുന്നത് പ്രധാനമായും തനിക്ക് ജോലി നഷ്ടപ്പെട്ടു, തനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ തൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറുന്നു, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും നേരത്തെ വിവാഹിതരായവരാണെന്ന് സംശയമുണ്ട്. അതിനുശേഷം ഇവർ ലിവിങ് ടുഗദറായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ രണ്ടുപേരുടെയും ഈ കുഞ്ഞുണ്ടായതിനു ശേഷം കഴിഞ്ഞ ഒരു 6 മാസമായി ഇതിനെ ചൊല്ലി ഇവർക്കിടയിൽ നിരന്തരമായി പ്രശ്നങ്ങളുണ്ട്. ഇവർ അകന്നാണ് ജീവിക്കുന്നത്. അതായത് ശില്പയുടെ വീട് കോട്ടയം ആണ്. ഇവിടെ പാലക്കാട് വെണ്ണക്കാടാണ് അജ്മലിൻ്റെ വീടുള്ളത്. ഈ 6 മാസമായി ഇവർ അകന്ന് ആണ് കഴിയുന്നത്. കഴിയുന്നതോടുകൂടി ഇവർക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഉണ്ടായത് എന്നാണ് ശില്പ പറയുന്നത്. എന്തായാലും ശില്പ ഈ മെസ്സേജ് കൃത്യമായി തന്നെ മോളെ ഞാൻ കൊന്നു, മോൾ മരിച്ചു, അജു മോളെ ഞാൻ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഈ മെസ്സേജ് കൃത്യമായി തന്നെ അജ്മൽ പോലീസിന് കൈമാറിയതോടുകൂടി ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്നുള്ളതിൽ പോലീസ് അത് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ അജുവിന്റെ ഫോണിലെത്തിയ ആ മെസ്സേജാണോ ഈ കേസിൽ പോലീസിന് ഏറെ നിർണായകമായത്? ഈ ശില്പ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന്, അതായത് ഒരു കൊലപാതകം തന്നെയാണ് നടത്തിയതെന്ന കാര്യത്തിൽ ആ ഒരു കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത് ശില്പ അയച്ച ആ സന്ദേശം തന്നെയാണോ? അല്ല, അതിനു മുമ്പ് തന്നെ പോലീസിന് സംശയമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി, കാരണം ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചിട്ടുള്ളത്. കുട്ടിയുടെ മൂക്കും വായും പൊത്തിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ കഴുത്ത് ഞെരിച്ചോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ പാടുകളും ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഇവർക്ക് കൃത്യമായി മനുഷ്യൻ്റെ പൾസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അറിയുന്ന ഒരാൾ കൂടിയാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ശില്പ. അങ്ങനെ വളരെ പുറത്തറിയാത്ത രീതിയിൽ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതായത് മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് ഇവർ പിന്നീട് പോലീസിനോട് പറയുന്നത്. പക്ഷേ പോലീസ് ഇവരുടെ ചോദ്യം ചെയ്യൽ തന്നെ ഇവർ കുറ്റമെല്ലാം സമ്മതിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഈ അജ്മലിൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് ഇവർ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം വന്ന മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് കൃത്യമായി തന്നെ ആദ്യം ഈ അജ്മൽ ഇത് വ്യക്തമാണ്. വിനേഷ്, ഡോക്ടർ എൽസി ഉമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ,
അവിശ്വസനീയമായ ഒരു വാർത്ത, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും കേട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് സ്വന്തം കുഞ്ഞിനെ, ഒരു കൈക്കുഞ്ഞിനെ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയൊരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആ യുവതിയെ, ശില്പ എന്ന യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോലിക്ക് പോകാൻ ആ കുഞ്ഞൊരു തടസ്സമായി. ഇതിൻ്റെ പേരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കാരണം അവർ ലിവിങ് ടുഗദർ റിലേഷൻ ആയിരുന്നു, പങ്കാളി അവർ ഉപേക്ഷിച്ച് പോയി. പിന്നീട് ഒറ്റയ്ക്കുള്ള താമസത്തിൽ കുഞ്ഞൊരു ബാധ്യതയായി. എന്തുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ഈ സമീപകാലത്ത് ഇതേ രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പെറ്റമ്മ തന്നെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ അടിക്കടി നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ സ്ത്രീകൾ, പ്രത്യേകിച്ചും യുവതികളൊക്കെ എത്താനുള്ള ഒരു കാരണം എന്തായിരിക്കും ഡോക്ടർ ഇൻസുമൻ? സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തന്നെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഫിലിസൈഡ് എന്ന് പറഞ്ഞ ഗണത്തിൽ വരുന്നതാണ്. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടി അൺവാണ്ടഡ് ആണെങ്കിൽ. ഈ അൺവാണ്ടഡ് എന്ന് പറയുന്നതിനും നമ്മൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മാരേജ് ഇല്ലാതെ ഉണ്ടാകുന്ന കുട്ടി, അതായത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ ചതിക്കപ്പെടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടിയെ വേണ്ടാതായി റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്ന അനുസരിച്ച് കുട്ടിയും വേണ്ടാതാകും, അങ്ങനെ ഒരു അൺവാണ്ടഡ് ക്രൈറ്റീരിയ. രണ്ടെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിൽ പോകണമോ അതിന് തടസ്സമാണ് ഈ കുട്ടി എന്ന് തോന്നുമ്പോൾ, അത് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഇൻഡൾജ് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജോലിക്ക് എന്താവശ്യമാണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് കുട്ടി തടസ്സമാണ് എന്ന് തോന്നുമ്പോഴും ഈ അൺവാണ്ടഡ് സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവാം. മൂന്നാമെന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം. പ്രസവാനന്തര വിഷാദം ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ദിവസവും പത്രത്തിൽ വാർത്ത നമ്മൾ കണ്ടതായിരുന്നല്ലോ, ആ പർട്ടിക്കുലർ ലേഡിക്ക് ജാമ്യം കിട്ടി. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രസവാനന്തരമുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് കടുത്ത വിഷാദ രോഗമാവുമ്പോൾ കുട്ടി മറ്റൊരാൾക്കും ബാധ്യതയായി തീരണ്ട, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പേ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ഞാൻ മരിച്ചാൽ രണ്ടുപേരും ആർക്കും ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ബാധ്യതയോ ആയി തീരണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെയുള്ള അമ്മമാർ തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാലാമത്തെന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തിന് അടിമയായിട്ടുള്ളവര്. അതിപ്പോൾ മദ്യപാനമാണെന്നുണ്ടെങ്കിലും മറ്റു ലഹരികളാണെങ്കിലും കഞ്ചാവാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സ്റ്റിമുലൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോൾ ഇത്തരം മാതൃത്വം എന്നുള്ള ഒരു വികാരങ്ങളൊക്കെയും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അത്തരം കൺസെപ്റ്റ് ഒക്കെയും നഷ്ടപ്പെട്ട് കുട്ടിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ, അത് മാത്രമല്ല ഏത് തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനോ ഉള്ള ഭയമോ അല്ലെങ്കിൽ മടുപ്പോ അറപ്പോ ഒന്നുമില്ലാതെ ആ ഇൻഹിബിഷൻ ഒക്കെയും തന്നെ നഷ്ടപ്പെട്ട് അവരെന്തും ചെയ്യാനുള്ള ഒരു ത്വര അവർക്ക് ഉള്ളിലേക്ക് വരുന്നു. അഞ്ചാമത്തെന്ന് പറയുന്നത് വ്യക്തിത്വ വൈകല്യം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ട് കാരണങ്ങൾ ഒരുപക്ഷെ ഈ കേസിൽ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായി കാണണം. കാരണം ഇവർ ഒന്ന് ലിവിങ് ടുഗദർ റിലേഷനാണ്, പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നു, കുഞ്ഞിനെ നോക്കാൻ മറ്റ് ആരുടെയും സഹായമില്ലാത്തൊരവസ്ഥ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏറെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, ശില്പ എന്ന ഈ 29-കാരി ലഹരിക്കടിമയായിരുന്നു എന്നതാണ്. അതായത് പ്രസവാനന്തരവും ഈ കുഞ്ഞ് ജനിച്ച ശേഷവും ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഈ രീതിയിൽ യാതൊരു അറപ്പുമില്ലാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ, ഭയവും കൂടാതെ ഒരു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ ഒരമ്മയ്ക്ക് അതൊക്കെ കഴിയുമോ ഡോക്ടർ എൽസ്യൂമൻ? അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് റിപ്പോർട്ട്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ അടുത്തിടെയാണെന്നുണ്ടെങ്കിലും ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവര് ഡിവോഴ്സിന്റെ വക്കിലാണ്. അതാണ് ആറാമത്തെ ഒരു പ്രധാന റീസൺ കുട്ടിയെ കൊന്നുകളയാനുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഭർത്താവിന് കുട്ടികളെ ലഭിക്കും എന്നുള്ള ഒരു സ്ഥിതി, അതായത് കോടതിയിൽ ഭർത്താവിന് അനുകൂലമായിട്ട് ചൈൽഡ് കസ്റ്റഡി ഭർത്താവിന് കിട്ടുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അവർക്കത് ഈഗോ ഒരു പ്രശ്നം, അതായത് താൻ തോറ്റുപോയി, ഭർത്താവിന്റെ മുന്നിലും കോടതിയുടെ മുന്നിലും ഒക്കെ താൻ തോറ്റുപോയി, അതുകൊണ്ട് കുട്ടികളെ കൊന്നുകളഞ്ഞാൽ എന്താ എന്നുള്ള ഒരു ചിന്ത ഒരു യുവതി എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോ പലപ്പോഴും നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ സ്വാർത്ഥ മനോഭാവം അല്ലെങ്കിൽ ജയം തോൽവി ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന വൈകൃത മനസാക്ഷിയുള്ളവർ അല്ലെങ്കിൽ വൈകൃത മനസ്സുള്ളവർ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ പെർസെന്റേജ് തുലവും കുറവാണ് എങ്കിൽ പോലും നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് മാതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായിട്ടൊരു വികാരമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. പക്ഷെ ഈ മാതൃത്വം തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്ന അനേകം അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അത് നമ്മൾ മറന്നുകൂടാ. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാര്, അതിന് വേണ്ടിയിട്ട്
ലക്ഷങ്ങൾ മുടക്കാനും മടിയില്ലാതെ അല്ലെങ്കിൽ കടമെടുത്തിട്ടാണെങ്കിലും കിടപ്പാടം വരെ വിറ്റ് കുട്ടി ഉണ്ടാവാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവര് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെയുള്ള മക്കളില്ലാത്ത അമ്മമാർ എൻ്റെ അടുക്ക വരാറുണ്ട്. കാരണം 15-20 വർഷമായിട്ട് കുട്ടികളില്ലാതെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അത്തരം കപ്പിൾസിനെ കാണുന്നത്. അവർക്ക് പലപ്പോഴും പ്രത്യേകിച്ചും ചില കാസ്റ്റിലൊക്കെയും അവരെ കണി കാണുന്നത് ശരിയല്ല, അല്ലെ അവരെ നല്ല ചടങ്ങിനൊക്കെയും അവരെ ക്ഷണിക്കാറില്ല. അങ്ങനെയൊക്കെയും ചില ശീലങ്ങളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ ഉള്ള നമ്മുടെ സമൂഹത്തിൽ അത്തരം അമ്മമാരുടെയൊക്കെ വേദന ഒരു വശത്ത് കിടക്കുമ്പോൾ അവർ മാതൃത്വം അത്രയും ഉയർത്തിപ്പിടിച്ച് കാണിക്കുമ്പോൾ, മറുവശത്ത് ഈ മാതൃത്വത്തിന്റെ വിലയോ അല്ലെങ്കിൽ അതിന്റെ മൂല്യമോ ഒന്നും മനസ്സിലാക്കാതെ മാതൃത്വം മുതലെടുക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ചിന്തിക്കണം. പലപ്പോഴും അമ്മ എന്ന കാർഡ്, അമ്മയുടെ കാർഡ് ഉപയോഗിച്ച്, സെന്റി കാർഡ് ഉപയോഗിക്കുക എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അമ്മ എന്ന വികാരത്തിന്റെ സെന്റി കാർഡ് ഉപയോഗിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടും ഈവൻ കോടതിയിൽ പോലും വിലപേശുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സമ്മിശ്രിതമാണ് നമ്മുടെ സമൂഹം. അപ്പൊ ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞ സ്ത്രീക്ക് എനിക്ക് പേഴ്സണലി അറിയാത്തത് കൊണ്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് 3 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലഹരി ഉപയോഗം, പ്രസവാനന്തരത്തിന്റെ ഒരു ഹോർമോണൽ ഒരു പ്രശ്നം, അത് തന്നെയല്ല ഭർത്താവുമായിട്ടുള്ള ഒരു ഇഷ്യൂ, ഭർത്താവ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ജീവിത അല്ലെങ്കിൽ ആ പാർട്ട്ണറായിട്ടുള്ള ഒരു ഇഷ്യൂ, അവരിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥ, ലിവിംഗ് ടുഗദർ ആയിരുന്നു, ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്നൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ 3 പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര് അവരുടെ ഉള്ളിൽ ഇത്തരം ക്രിമിനാലിറ്റിയോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിമുളയ്ക്കാനുള്ള വളക്കൂറുള്ള മണ്ണ് തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളൊക്കെയും തന്നെ നൽകി കൊടുത്തിരിക്കണം, പ്രത്യേകിച്ചും ലഹരി ഉപയോഗം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് ഒരു വൺ ഫൈൻ ഡേ ഉണ്ടാകുന്നതല്ല. അത് കുറെ കാലമായിട്ട് ഒരു പക്ഷെ ഇത് കാണിച്ചിരിക്കണം, പല രീതിയിൽ പല ലക്ഷണങ്ങൾ കാണിച്ചിരിക്കണം. അപ്പോഴൊക്കെയും ഒരു വിദഗ്ധ സഹായം തേടിയിരുന്നെങ്കിൽ, ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ ഇത്തരം ദാരുണമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും അല്ലെങ്കിൽ ഇൻസിഡൻസസ് ഒക്കെയും നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു. ഡോക്ടർ എൽസ്യൂമൻ, ഈ സമീപകാലത്ത് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഒരു ട്രെൻഡ്, പ്രത്യേകിച്ചും ഈ ലിവിങ് ടുഗദർ റിലേഷൻ, മറ്റ് വിവാഹ ജീവിതം താല്പര്യമില്ലാത്ത യുവാക്കളുടെ എണ്ണം കേരളത്തിലടക്കം വർദ്ധിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നതാണ്. വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന യുവതികളടക്കം ഇപ്പോൾ ഈ അടുത്തിടെ വർദ്ധിച്ചു വരുന്നു. യുവതികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരുപക്ഷെ ഈ ലിവിങ് ടുഗദർ റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നിയമപരമായിട്ടെങ്കിലും അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് രണ്ടു പേർക്കും. പക്ഷേ ലിവിങ് ടുഗദർ റിലേഷനിൽ അമ്മയ്ക്ക് മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു. അച്ഛൻ ഒരുപക്ഷെ ഉപേക്ഷിച്ച് പോയി, അതല്ലെങ്കിൽ പങ്കാളി ഉപേക്ഷിച്ച് പോയാൽ പൂർണ്ണമായി അതിൻ്റെ ഉത്തരവാദിത്തം അമ്മയിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരവസ്ഥ. അതൊക്കെ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏത് പഠനങ്ങൾ നോക്കിയാലും സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത്, അപ്പോൾ പലപ്പോഴും സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ളവർക്ക് എൻ്റെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരാൻ സ്വാഭാവികമായിട്ടും. സിംഗിൾ പാരന്റിങ് സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് മറ്റു കുട്ടികളെ കൺട്രോളായി വെച്ചിട്ടുള്ള എല്ലാ സ്റ്റഡീസും തന്നെ കാണിക്കുന്നത് പെരുമാറ്റ വൈകല്യം, ബിഹേവിയറൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇതൊക്കെയും ഇങ്ങനത്തെ കുട്ടികൾക്ക് റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇത്തരം സാഹചര്യങ്ങളോ രോഗങ്ങളോ മനോരോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതിന് യാതൊരു തർക്കവും വേണ്ട. രണ്ടാമത്തെ കാര്യം, ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായാൽ മാത്രമല്ല, അതിനു മുമ്പേ തന്നെ അവർക്ക് വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. താങ്കൾ സൂചിപ്പിച്ചത് വളരെയധികം ശരിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെയും ലിവിങ് ടുഗദറിനോട് ഒരു പ്രത്യേക പ്രാമുഖ്യമുണ്ട്, അല്ലെങ്കിൽ അതിനോടൊരു ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് നിമിഷം വേണേലും ബൈ പറഞ്ഞിട്ട് പോകാം എന്നുള്ള ഒരു സാഹചര്യം മാത്രമാണ് അവരതിനെ കണക്കാക്കുന്നത്. പക്ഷേ അതിന് ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അവർക്ക് നിയമപരമായിട്ട് യാതൊരു സാധുതയും അറ്റ് പ്രസന്റ് നമ്മുടെ രാജ്യം കൊടുക്കുന്നില്ല, യാതൊരു സംരക്ഷണയും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മുടെ നിയമം പോലും നോക്കി നിൽക്കത്തക്ക രീതിയിലൊരു അവസ്ഥ, അത്രയും അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസിൽ അവർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അല്ലാതെ ഒരു പൗരൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയേക്കായിരിക്കാം, പക്ഷെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ നിയമം അനുസരിച്ച് കിട്ടുന്ന യാതൊരു സാധ്യതയും ഇപ്പോഴില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം റിലേഷൻഷിപ്പിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഡ്രഗ് അബ്യൂസ് ഉള്ളവരും, ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ലിവിങ് ടുഗദർ ആയിട്ടുള്ള കപ്പിൾസ് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോഴൊക്കെയും അതിനകത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഒരു 99% ആളുകളിലും ലഹരി ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ചും മദ്യമല്ല, അതിനപ്പുറത്തേക്കുള്ളത് കഞ്ചാവാണെങ്കിലും മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കളാണെങ്കിലും MDMA, മെത്ത് അങ്ങനത്തെയൊക്കെയുള്ള ചരിത്രമുള്ള കുട്ടികൾ തന്നെയാണ് ലിവിങ് ടുഗദർ സ്റ്റാറ്റസിൽ എൻ്റെ അടുത്ത് വരുന്നത്. പലപ്പോഴും പേരൻസിന് പോലും ഒരു പക്ഷേ അറിവില്ലായിരിക്കാം ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജീവൻ വരെ റിസ്ക് ചെയ്ത്, അതായത് ചിലപ്പോൾ ജീവിത പങ്കാളി തങ്ങളെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ളൊരു സാഹചര്യം വരെ പങ്കുവയ്ക്കുന്ന കപ്പിൾ വരാറുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയോ വരാറുണ്ട്, ആൺകുട്ടിയും വരാറുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ആൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നക്കാരൻ, അങ്ങനെയല്ല, പെൺകുട്ടികളും പ്രശ്നക്കാരുള്ള അധികം പേരുണ്ട്. ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നതും കുറ്റകൃത്യം ചെയ്യാൻ യാതൊരു മടുപ്പോ ഒന്നുമില്ലാത്ത കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അത്രയും രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ ഒരു വെസ്റ്റേൺ ഒരു സ്റ്റാറ്റസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UK-ലൊക്കെയും അതിപ്പോൾ വരുന്ന എല്ലാ റിസർച്ചേഴ്സും എല്ലാം തന്നെ കാണിക്കുന്നത് അവരൊരു കാലത്ത് ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിച്ചു, മാരേജ് വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലായിരുന്നു അവിടെ. പക്ഷെ ഇപ്പോൾ അവർ പോലും ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന അവർ പോലും അത്തരം കൺസെപ്റ്റ് ഒക്കെ വെടിഞ്ഞ് ലിവിങ് ടുഗദറിനെക്കാട്ടിലും ആരോഗ്യപരം മാരേജ് ആണ് എന്നുള്ള ആ ഒരു തിരിഞ്ഞ ചിന്താഗതിയിലേക്ക് അവിടുത്തെ കുട്ടികളും അവിടുത്തെ സമൂഹവും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഡീവിയേഷൻ വന്നിരിക്കുന്നത്. അതൊട്ടും ആരോഗ്യപരമല്ല. ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഇൻസിഡൻസസ്, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളുടെയും ഒക്കെയും തോത് കൂടാൻ വളരെയധികം സാധ്യതയും കൂടുതലാണ്. അത് തന്നെയല്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതിന്റെ അർത്ഥം കല്യാണം കഴിച്ചവർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നല്ല, അവർക്കും ഉണ്ട്. പക്ഷെ ഇതിന് റിസ്ക് കൂടുതലാണ്. കാരണം ബന്ധത്തിന് ഒരു കെട്ടുറപ്പില്ലാത്തത് കൊണ്ട് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഇതര രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും ഒക്കെയും ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് തുടച്ചു മാറ്റപ്പെട്ട പല കാര്യങ്ങളും വീണ്ടും തിരികെ വന്ന് ഇതിനപ്പുറം പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത, ആ ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. നമ്മുടെ യുവതലമുറ ചിന്തിക്കേണ്ട വിഷയമാണിത്. കാരണം ലഹരിക്കടിമകളാകുന്ന യുവത്വം ഒരു വശത്ത്, മറുവശത്ത് ലിവിങ് ടുഗദർ റിലേഷൻ, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവർക്ക് ബാധ്യതയാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ശില്പ എന്ന യുവതി ജോലിക്ക് പോകാൻ തടസ്സമാണ് എന്നതിൻ്റെ പേരിൽ 10 മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ, നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള.